അസ്സലാമു അലൈക്കും. ഒരു കഥ കേട്ട് പോയാലോ? മക്കയിലെ ഒരു സ്വഹാബിയുടെ കഥയാണ് കേട്ടോ. ഇദ്ദേഹം ഇസ്ലാമിലോട്ട് വരുന്നതിൻ്റെ മുന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെക്കാം. ഇദ്ദേഹം ധരിക്കുന്ന വസ്ത്രമായിരുന്നു മക്കയിലെ ട്രെൻഡായിട്ടുള്ള വസ്ത്രം. അങ്ങനെ ഇദ്ദേഹം പൂശുന്ന സുഗന്ധമുണ്ടല്ലോ, അത് മക്കാർ ആ സുഗന്ധത്തിൻ്റെ ഗന്ധം ലഭിക്കാൻ ഡയല്യൂട്ട് ചെയ്യായിരുന്നു. ഇദ്ദേഹം അതിസമ്പന്നനായിട്ടുള്ള സ്വഹാബിയായിരുന്നു, സമ്പന്നനായിരുന്നു ഇസ്ലാമിന് മുന്നേ. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഇസ്ലാം സ്വീകരിക്കുന്നതോടെ ഇദ്ദേഹത്തിന് വെടിയേണ്ടി വന്നത് എന്താണെന്നറിയാം? ഈ സുഖ സൗകര്യങ്ങൾ മൊത്തം എന്താണ് ഇദ്ദേഹത്തിന് വെടിയേണ്ടി വരികയാണ്. ഇതെല്ലാം വെടിഞ്ഞ് ആ ഒരു ദീനിലോട്ട് അദ്ദേഹം കയറി വരികയാണ്. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലോട്ട് ഇസ്ലാമിൻ്റെ ഫസ്റ്റ് അംബാസഡറായി പോകുന്നത് ആരാന്നറിയോ? അത് ഇദ്ദേഹമാണ്, ഈ സ്വഹാബിയാണ്. ഈ സ്വഹാബി ഉഹദിൽ മരണപ്പെടുന്നുണ്ട്. ആ മരണപ്പെട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ കഫം ചെയ്യണമല്ലോ നമുക്ക്. കഫം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തല മറക്കാൻ നോക്കിയാൽ എന്താണ്? കാല് മറിയില്ല. ഇദ്ദേഹത്തിൻ്റെ കാല് മറക്കാൻ നോക്കിയാൽ തല മറിയില്ല. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നറിയോ? നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സ്വഹാബിയാട്ടോ. അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് ഗുണപാഠങ്ങൾ ഏറെയുണ്ട്. മുസ്അബ് ഇബ്ൻ ഉമൈർ. ഇൻഷാ അല്ലാഹ്, ജസാക്കല്ലാഹ് ഖൈർ.